ഹായ്, ഞാനിന്ന് ഒരു പൈ ക്രസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. പൈ എന്ന് കേൾക്കുമ്പോൾ കണക്കിലെ പൈ ആണെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ഇതൊരു അമേരിക്കൻ ഡിഷാണ്. പൈ മുഴുവനായിട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും കുറേ സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ 3 വീഡിയോ ആയിട്ടാണ് ഇത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മൈദയും ബട്ടറും ഒക്കെ കുഴച്ച് അതിൻ്റെ ഷേപ്പ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. ഇനി അതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. മൈദ 200 ഗ്രാം, പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, മുട്ട 1, മാർഗറൈൻ 100 ഗ്രാം, ഉപ്പ് 1 ടീസ്പൂൺ, വെള്ളം ആവശ്യത്തിന്. ഞാൻ ആദ്യം ഈ പാത്രത്തിലേക്ക് മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് 100 ഗ്രാം മാർഗറിൻ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾ ഉപ്പുള്ള ബട്ടറാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ റെസിപ്പിയിൽ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതിയാവും കേട്ടോ. ബട്ടറാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഇച്ചിരി കൂടെ കൂടും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ബ്രെഡ് ക്രംസ് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കണം. ഇതിൽ പഞ്ചസാര ചേർത്തിട്ടുള്ളതുകൊണ്ട് പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ട് വെള്ളത്തിൻ്റെ അംശം കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളം കുറേശ്ശെ ചേർത്ത് കുഴച്ചെടുക്കണം ഈ മാവ്. അപ്പം നമ്മുടെ മാവൊക്കെ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി എടുക്കണം ആദ്യം. അതിനുശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഇത് കട്ടി കൂടാനും പാടില്ല, അതുപോലെ തന്നെ കട്ടി കുറഞ്ഞു പോകാനും പാടില്ല കേട്ടോ. അപ്പം ഞാൻ ഈ മാവൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇതാണ് പൈ ഡിഷ്. പൈ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പാത്രമാണ്. ഇതിങ്ങനെ പ്രത്യേകമാണ് വരുന്നത്. ഇനി നമുക്ക് ഈ മാവ് ഇതിലേക്ക് വെച്ച് കൊടുത്തൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചെറിയ പൈ ഡിഷാണ്. വലുത് വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് ഉപയോഗിക്കാം കേട്ടോ. പാത്രത്തിൻ്റെ ഉള്ളിലും സൈഡിലും ഒക്കെ നന്നായിട്ട് ഈ മാവ് ഒതുങ്ങിയിരിക്കണം കേട്ടോ. ഇത് നമുക്ക് കുക്കറിലും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഞാൻ കുക്കറിൽ കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ, അതുപോലെ കുക്കറിൽ ഉപ്പ് ചൂടാക്കിയതിന് ശേഷം ഈ പൈ ക്രസ്റ്റ് ഷേപ്പ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഇറക്കി വെച്ച് തീ കുറച്ചിട്ടിട്ട് 10 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കേട്ടോ. തീ കൂടിപ്പോകരുതേ. ഓരോരുത്തരുടെയും സ്റ്റൗവിൻ്റെ ബർണർ ഒരുപോലെ ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് തീ വളരെ കുറച്ചിടാൻ പറയുന്നത്. തീ കൂടിക്കഴിഞ്ഞാൽ അത് വേഗം കരിഞ്ഞു പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ഞാൻ കോക്കനട്ട് കുക്കീസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ, അതും നമുക്ക് കുക്കറിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് ബേക്ക് ചെയ്യുന്ന സമയം കൊടുക്കുമ്പോൾ ഒരു 15 മിനിറ്റ് മാത്രം കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ച് അതിൻ്റെ സൈഡിലും ഉള്ളിലും ഒക്കെ ഒന്ന് കുത്തി കുത്തി കൊടുക്കണേ. ഇതിൻ്റെ നടുഭാഗം ഇങ്ങനെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിനുള്ളിലേക്ക് ഒരു കഷ്ണം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം ഞാനിതിലേക്ക് കുറച്ച് പയറിട്ട് കൊടുക്കുകയാണ്. പയറോ കടലയോ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം ഈ മാവിൻ്റെ സൈഡ് ഈ പാത്രത്തിൽ നിന്നും വിട്ട് താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് പയർ പിന്നീട് ഉപയോഗിക്കാം കേട്ടോ. കറി ഉണ്ടാക്കാനോ ഒക്കെ ഉപയോഗിക്കാം. ഇപ്പം ഞാൻ വീണ്ടും കുറച്ച് മാവെടുത്ത് പരത്തി വെച്ചിട്ടുണ്ട്. ഇതും ആദ്യം ചെയ്തതുപോലെ തന്നെ നമ്മൾ ഈ പൈ ഡിഷിലേക്ക് മാവൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ബാക്കി വരുന്ന മാവ് ഇതുപോലെ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ചോ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനകത്ത് ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തി കുത്തി കൊടുക്കാം. ഇതിൽ ഞാൻ പയറൊന്നും വെച്ച് ഫില്ല് ചെയ്യുന്നില്ല കേട്ടോ. ഇത് നമുക്ക് അങ്ങനെ വെച്ചാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് ഞാൻ. ഇനി നമുക്കിത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ചൂടാക്കി വെച്ചിരിക്കുന്ന ഓവനിൽ വെച്ച് ഒരു 10 മിനിറ്റത്തേക്ക് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പൈ ക്രസ്റ്റ് റെഡി ആയിട്ടുണ്ട്. മൈദയും ബട്ടറും ഒക്കെ ചേർത്ത് കുഴച്ച മാവ് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി പൈ ഡിഷിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുന്നതിനാണ് പൈ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഇത് കണ്ടില്ലേ, ഇതിൽ ഞാൻ ഒന്നും ഫില്ല് ചെയ്തിരുന്നില്ല. ഇതിൻ്റെ സൈഡൊക്കെ പാത്രം വിട്ട് താഴേക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. ബാക്കിയൊന്നും അങ്ങനെ ആയിട്ടില്ല കേട്ടോ. ഇത് ഞാൻ ഈ പയറൊന്ന് എടുത്തിട്ട് കാണിക്കാം. ഇത് കണ്ടില്ലേ, ഇത് നല്ല ഭംഗിയായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊന്നും താഴേക്ക് ഇറങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിനകത്ത് വെക്കാനുള്ളൊരു ഫില്ലിങ് ഉണ്ടാക്കി കാണിക്കാം. ഇങ്ങനെ ബേക്ക് ചെയ്തെടുക്കുന്ന മാവ് നമുക്ക് അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.